പത്തനംതിട്ടയിൽ ദലിത് പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ കൂടുതൽ അറസ്റ്റ്. കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നവരെയും മറ്റൊരു പ്രതിയുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 43ആയി. 29 എഫ്ഐആറുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വിദേശത്തും മറ്റ് സംസ്ഥാനത്തുമുള്ള പ്രതികളെ കണ്ടെത്തുന്നതിന് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാനാണ് പോലീസിന്റെ നീക്കം. വിനോദ് ചേരുന്നു. വിനോദ്, പോലീസിന്റെ നീക്കം ചടുലമാണ്, വളരെ വേഗത്തിൽ കാര്യങ്ങൾ നീങ്ങുന്നു എന്നതാണ്. പക്ഷേ വിദേശത്തും മറ്റ് സംസ്ഥാനങ്ങളിലുമുള്ള പ്രതികളിലേക്ക് എങ്ങനെ എത്തും? എന്താണ് പോലീസിന്റെ അന്വേഷണ നീക്കം? പെൺകുട്ടി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് നടപടികൾ പുരോഗമിക്കുന്നത്. 43 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 62 പേർക്കെതിരെയാണ് ഈ മൊഴി നൽകിയിട്ടുള്ളത്. ചില പ്രതികൾ വിദേശത്തും അന്യ സംസ്ഥാനത്തുമുണ്ട്. ഇവരെ കണ്ടെത്തുന്നതിന് വേണ്ടി നടപടികൾ വളരെ വൈകാതെ തന്നെ ആരംഭിക്കും. ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുക എന്നതാണ്. മറ്റ് ഏജൻസികളുടെ ആവശ്യം വേണ്ടിവരും എന്ന ഒരു വിലയിരുത്തൽ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെടേണ്ടി വരും. അത് സംബന്ധിച്ച നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ കൂടി സഹായത്തോടെ മാത്രമേ പൂർത്തിയാക്കാൻ കഴിയൂ. ഈ പീഡനവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ 3 പേരാണ് പ്രായപൂർത്തിയാകാത്ത പ്രതികളുള്ളത്. മാത്രമല്ല, ഈ കായിക അധ്യാപകന്റെ സഹായികൾ, പിതാവിന്റെ സുഹൃത്തുക്കൾ, ആളുകളെല്ലാം തന്നെ ഈ പ്രതിപട്ടികയിലുണ്ട്. ഇവരുമായി ബന്ധപ്പെട്ട ആളുകൾ ഈ പെൺകുട്ടിയെ പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ഇവരുമായി ബന്ധപ്പെട്ട ആളുകളെ അവിടേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തു എന്ന കാര്യം ഇതിനകം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പെൺകുട്ടിയാകട്ടെ നേരത്തെ തന്നെ ഉള്ള ആ ഡയറി കുറിപ്പിൽ കൃത്യമായി പേരുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പെൺകുട്ടിയെ വിളിച്ച ഫോൺ നമ്പറുകൾ ഇത് സൈബർ സെല്ലിന്റെ സഹായത്തോടെ അന്വേഷണ സംഘം കണ്ടെടുക്കുകയും ഈ പ്രതികളെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെയാണ് പോലീസിന്റെ നടപടികൾ പുരോഗമിക്കുന്നത്. 43 അറസ്റ്റ് എന്നത് പോലീസിനെ സംബന്ധിച്ച് ഈ കേസന്വേഷണത്തിൽ വളരെ പെട്ടെന്ന് പ്രതികളെ പിടികൂടുന്നതിനും അവരെ നിയമത്തിന് മുന്നിൽ ഹാജരാക്കുന്നതിനും കഴിയുന്നു എന്ന ഒരു കണ്ടെത്തൽ അല്ലെങ്കിൽ ആ തരത്തിൽ നമുക്ക് വിലയിരുത്താം. മാത്രമല്ല, ഇന്ന് 5 അറസ്റ്റുകൾ രാവിലെ റെക്കോർഡ് ചെയ്യുകയും ഇപ്പോൾ 4 അറസ്റ്റുകൾ പുതുതായി റെക്കോർഡ് ചെയ്യുകയും ചെയ്തു. ആ തരത്തിലും അറസ്റ്റിന്റെ കാര്യത്തിൽ വേഗത്തിലുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ഇന്ന് പെൺകുട്ടിയുടെ വീട്ടുകാരുമായി സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. അവർ നമുക്ക് മുന്നിൽ വരാൻ തയ്യാറല്ല. എങ്കിൽ തന്നെയും അവർ പറയുന്ന കാര്യം, പെൺകുട്ടി പിതാവിന്റെ ഫോണാണ് ഉപയോഗിച്ചിരുന്നത്. പിതാവ് മദ്യപാനി എന്ന തരത്തിൽ ചില യൂട്യൂബ് ചാനലുകളിലും മാധ്യമങ്ങളിലും ചില വാർത്തകൾ വന്നിരുന്നു. എന്നാൽ അത് അവർ നിഷേധിക്കുന്നുണ്ട്. KSEBയിൽ ഒരു ജീവനക്കാരനാണ് ഈ പിതാവ്. മകൾ നേരത്തെ ഓൺലൈൻ പഠനത്തിനായി പിതാവിന്റെ ഫോൺ ഉപയോഗിച്ചിരുന്നു. ആ സമയത്ത് ഈ തരത്തിൽ പ്രതികൾ പെൺകുട്ടിയെ ആ ഫോണിൽ ബന്ധപ്പെടുകയായിരുന്നു. ഏതായിരുന്നാലും പോലീസിന്റെ നടപടികൾ വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. സജിത്ത്, പോലീസ് നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. വിദേശത്തുള്ളവരെ നാട്ടിലെത്തിക്കാനും അവർക്ക് ലുക്കൌട്ട് നോട്ടീസ് നൽകാനുമാണ് നീക്കം.